ഹേ ഗായ്സ്, എല്ലാവർക്കും സ്റ്റെല്ലാർ വോക്കൽസിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യ വീഡിയോ ആണ്. ഇങ്ങനൊരു കാര്യം നടന്നപ്പോൾ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി. 2026 ജൂലൈ 18 LGS എക്സാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞാണല്ലോ. മാസി നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സിംഗിൾ ഡേയിൽ തന്നെ രാവിലെയും ഉച്ചയ്ക്കും എക്സാം കണ്ടക്ട് ചെയ്യാം എന്ന് കമ്മീഷൻ തീരുമാനിച്ചു. പക്ഷേ അതങ്ങനെ എഫിഷ്യൻ്റായി നടത്തണമെന്ന് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട വെരി ബേസിക് ആയിട്ടുള്ള സ്കൂളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. കമ്മീഷനെ നമുക്ക് മുഴുവനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തു, എന്നാൽ അത് അതിൻ്റേതായ രീതിയിൽ നടപ്പാക്കേണ്ട ആൾക്കാർ ഇതൊക്കെ നിസ്സാരമായി കണ്ടാൽ എങ്ങനെയിരിക്കും? കോഡ് നോക്കി പൊട്ടിക്കേണ്ടിയിരുന്ന പേപ്പർ തെറ്റായി ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്തു. ഉച്ചയ്ക്കത്തെ ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ കൊടുക്കുന്നു. എക്സാം കഴിയുന്നത് വരെ ഇത് ചെയ്ത അധ്യാപകരോ അല്ലെങ്കിൽ ഇപ്പോൾ അധ്യാപകയാവട്ടെ ഈ കാര്യം ശ്രദ്ധിച്ചതേയില്ല. സാധാരണ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം, ടീച്ചേഴ്സിൻ്റെ കയ്യിലേക്ക് ടൈം ആകുമ്പോൾ പിയൂൺ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫൊക്കെയാണ് പേപ്പർ കൊണ്ട് കൊടുക്കുന്നത്. ഇവിടെയും അതുതന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ആ അധ്യാപകയാവട്ടെ അവരുടെ കയ്യിൽ കിട്ടിയത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊരു കുടുംബാതകം ഉദ്യോഗാർത്ഥികളോട് ചെയ്ത ആരാണേലും അവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്തൊക്കെ തരണം ചെയ്താണ് ഓരോ ആൾക്കാരും സെൻറ്ററിലേക്ക് എത്തുന്നത്. ജോലിക്ക് പോകുന്നവരുണ്ട്, അവർ ലീവ് എടുത്തിട്ടാണ് വരുന്നത് അല്ലേ. ഹാഫ് ഡേ വരെ ജോലിക്ക് പോയിട്ട് എക്സാം സെൻറ്ററിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. കാരണം ഫുൾ ഡേ എടുത്താൽ സാലറി കട്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ട്. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസ്, കുഞ്ഞുള്ളവർ, ഒരുപക്ഷെ ഇവർക്കൊക്കെ എക്സാം സെൻറ്റർ ദൂരെയാവും. 2-3 ബസ് ഇറങ്ങി കയറി പോകുന്നവരുണ്ട്. എന്നാൽ ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി പെട്രോൾ അടിച്ച് വരുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ വന്നിട്ട് അവസാനം എക്സാം ക്യാൻസലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ആരോട് പോയി പറയാനാ? കേരള PSCയും ഗവൺമെൻറ്റും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുക, ദയവ് ചെയ്ത് ഒന്നെങ്കിൽ പ്രിലിംസ് എന്നുള്ള സിസ്റ്റം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. എന്തിനാണത്? വെറുതെ ചിലവ് അല്ലേ? എന്തുമാത്രം ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കണം? ഇപ്പോൾ തന്നെ നോക്ക്, ക്യാൻസലായ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊണ്ടുപോയി കളയണ്ടേ? ഇതൊന്നും PSCയുടെ പോക്കറ്റിൽ നിന്നല്ലോ, ജനങ്ങളുടെ പൈസ തന്നെയല്ലേ. പോട്ടെ, ഇങ്ങനെ നടത്തുന്നുണ്ടേ വേണ്ട നിർദ്ദേശങ്ങൾ താഴേക്കിടയിലോട്ട് കൊടുക്കണം. സീരിയസ്നെസ് പാലിക്കാൻ പ്രത്യേകം പറയുക. ഇനി ഈ ഒരു സിസ്റ്റത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത സ്കൂളിലെ ടീച്ചേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ പറയുക, ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പോകാൻ ഒന്നുമില്ല. ഒരാളുടെ അശ്രദ്ധ മൂലം ക്യാൻസൽ ചെയ്ത ഈ എക്സാമിന് വേണ്ടി കാത്തിരുന്ന കുറേയേറെ ആൾക്കാരുണ്ട്. ഇനിയും അടുത്ത അനൗൺസ്മെൻറ്റ് PSC ചെയ്യുന്നവരെ വീണ്ടും ഒരു കാത്തിരിപ്പ്. പോട്ടെ, ഒക്കെ ചെയ്യാം, പക്ഷേ ഇനിയൊന്നും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു എക്സാം മാത്രമല്ല, ഇനി വരുന്നതും വരാൻ പോകുന്നതും കംപ്ലീറ്റ് ആയിട്ട് അത് കഴിയുന്നത് വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു.